വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് NMMSലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മളെ എക്സാം ഒക്കെ ഇതാ ഇങ്ങ് അടുത്തെത്താറായി, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനി എല്ലാം ഇമ്പോർട്ടന്റ് ഏരിയാസ് നോക്കിയിട്ട് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, which of the following options correctly arranges the given European powers in the chronological order of their significant arrival and establishment of influence in India? അതായത് ഇന്ത്യയിൽ ഈ യൂറോപ്യൻ ശക്തികളുടെ പ്രധാനപ്പെട്ട ആഗമനത്തിന്റെയും സ്വാധീനം സ്ഥാപിച്ചതിന്റെയും ശരിയായ കാലക്രമം താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ആൻസർ അറിയാം അല്ലെ. ആദ്യമായി വന്നത് ആരാണ്? പോർച്ചുഗീസ് ആണ് അല്ലെ, പോർച്ചുഗീസ് ആണ്. പിന്നെ ആരാ വന്നത്? ഡച്ച് ആണ്. പിന്നെ ആരാ വന്നത്? ബ്രിട്ടീഷ് ആണ്. പിന്നെ ഫ്രാൻസ് അല്ലെ. നമ്മൾ ഈ ഒരു ഓർഡർ കൃത്യമായി നമ്മൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഓർഡർ ലൈക്ക് യൂറോപ്യൻ പവേഴ്സ്, ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ പവേഴ്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ, അപ്പം ഈ ഒരു ഓർഡർ നമുക്ക് ഏതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അതായത് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് is who was the first Portuguese person to arrive in India by sea? അതായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് വ്യക്തി ആരാണ്? ഓക്കെ, ഇതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെയും ആൻസർ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം എന്താണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് പറയാം അല്ലെ. വാസ്കോ ഡ ഗാമ അല്ലെ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ് അല്ലെ. വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ സി അല്ലെ. മറ്റു 3 പേരെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും അല്ലെ. അപ്പം who was the first Portuguese person to arrive in India by sea? അഥവാ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് വ്യക്തി ആരാന്നുള്ള ചോദ്യത്തിന് എപ്പോഴും ഒറ്റ ഉത്തരമേ നമുക്കുള്ളൂ, അതാരാണ്? വാസ്കോ ഡ ഗാമ. ഓക്കെ, അതായത് ഇവിടെയും കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The historical significance of Constantinople capture in 1453 primarily lies in its role in dash. ഏതൊക്കെയാണ് ആ റോൾ? അതായത് നമുക്ക് മലയാളം ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 1453 കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കിയതിന്റെ ചരിത്രമായ പ്രാധാന്യം പ്രധാനമായും എന്തിലായിരുന്നു? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇനീഷ്യേറ്റിംഗ് എ ന്യൂ ഇറ ഓഫ് ഡിപ്ലോമാറ്റിക് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ദ ഒട്ടോമൻ എംപയർ. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഡയറക്റ്റിംഗ് യൂറോപ്യൻ പവർ ടുവേർഡ്സ് ഡിസ്കവറി ഓഫ് ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ. Option C, consolidating the land trade routes under exclusive European control. Option D, forcing Europeans to abandon trade with Asia entirely due to insurmountable obstacles. Okay, അപ്പോൾ ഇതും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്താണ്? ഡയറക്റ്റിംഗ് യൂറോപ്യൻ പവേഴ്സ് ടുവേർഡ്സ് ഡിസ്കവറി ഓഫ് ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ, അതായത് ഓപ്ഷൻ ബി എന്ന് പറയാം അല്ലെ. ഏഷ്യയിലേക്കുള്ള പുതിയ കടൽ പാതകൾ കണ്ടെത്തുന്നതിലേക്ക് യൂറോപ്യൻ ശക്തികളെ നയിച്ചതിൽ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, the Europeans from Holland, അതായത് നെതർലാൻഡ്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ്. ഓക്കെ, ഹോളണ്ടിൽ നിന്നുള്ള യൂറോപ്യന്മാരുടെ മറ്റൊരു പേര് എന്താണ്? ഓക്കെ, ഹോളണ്ടിൽ നിന്നുള്ള യൂറോപ്യന്മാരുടെ വേറൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്തൊക്കെയാണ്? അപ്പം ഓപ്ഷൻ എ എന്താണ്? ലൈക്ക് ഡെയിൻസ്, സ്വീഡ്സ്, പ്രഷ്യൻസ്, ഡച്ച്. ഓക്കെ, ഇതാണ് നമ്മൾ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഡെയിൻസ്, സ്വീഡൻസ്, പ്രഷ്യൻസ് ആൻഡ് ഡച്ച്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എ. ഓക്കെ, ഡെയിൻസ്. ഓക്കെ, അപ്പൊ എന്താണ്? ലൈക്ക് ഓപ്ഷൻ ഡി ആണ് ഡച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ദ യൂറോപ്യൻസ് ഫ്രം ഹോളണ്ട് ഓർ നെതർലാൻഡ്സിലെ ആൾക്കാരെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ലൈക്ക് ദേ ആർ നോൺ ബൈ ദ ഡച്ച്. ഓക്കെ, അവരുടെ മറ്റൊരു പേരാണ് ഡച്ചുകാർ അഥവാ ഡച്ച്. അപ്പൊ ഏതാണത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ,
അപ്പൊ ഇതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രൂട്ട് വാസ് നോട്ട് ഇൻട്രൊഡ്യൂസ് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഫലങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമുക്കറിയാം അല്ലെ, ഏതൊക്കെ നമുക്കറിയാം. ലൈക്ക് പപ്പായ, ഗോവ. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രൂട്ട്സ് വാസ് നോട്ട് അല്ലെ, നമ്മൾ ഇത്തരമുള്ള ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഓക്കെ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മളെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിലും വലിയൊരു പങ്കുണ്ട് നമുക്ക് മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടുന്നതിൽ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രൂട്ട്സ് വാസ് നോട്ട് അല്ലെ, നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓർ ഇൻട്രൊഡ്യൂസ് ടു ഇന്ത്യ ബൈ ദ പോർച്ചുഗീസ്. അതായത് താഴെ പറയുന്ന ഫലങ്ങളിൽ ഏതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവതരിപ്പിക്കാത്തത്? ഏതൊക്കെയാണ്? പപ്പായ, ഗോവ, മാംഗോ, പൈനാപ്പിൾ. പപ്പായ, പേരക്ക, മാമ്പഴം, കൈതച്ചക്ക. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, മാമ്പഴമാണ് എന്ത് പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ അവതരിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ മാമ്പഴം. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് വൺ ഓഫ് ദ ഷിപ്പ് വിത്ത് വിച്ച് വാസ്കോ ഡ ഗാമ ആൻഡ് ഹിസ് ക്രൂ റീച്ച്ഡ് ഇന്ത്യ. ഓക്കെ, നൽകിയിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി വാസ്കോ ഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയ കപ്പലുകളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം 3 കപ്പലുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വാസ്കോ ഡ ഗാമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രൂ മെമ്പേഴ്സും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പം അതിൽ പെടാത്ത കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ കപ്പലുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ ഏതാണ്, സാവോ ഗബ്രിയേൽ. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സാവോ റാഫേൽ. തേർഡ് വൺ സാന്റാ മെറിയ ആൻഡ് ഫോർത്ത് വൺ ബെറിയോ. ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാതാണ് 3 കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയും അദ്ദേഹത്തിന്റെ ക്രൂവും ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, അതുപോലെ തന്നെ സാവോ റാഫേൽ, പിന്നെ ഏതാണ് ബെറിയോ. ഈ 3 കപ്പലുകളിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ പെടാത്ത കപ്പൽ എന്ന് പറയുമ്പോൾ ഏതാണ്, ഒരൊറ്റ എണ്ണേ ഉള്ളൂ, അതേതാണ് സാന്റാ മെറിയ. ഓക്കെ, അപ്പം ഇവിടെയും ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിച്ച് വാസ് നോട്ട് വൺ ഓഫ് ഇതിൽ പെടാത്തതാണ് ചോദിക്കുന്നത്. എപ്പോഴും നമ്മുടെ എക്സാമിൽ റീസെന്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ മക്കളൊക്കെ തന്നെ എന്താ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഏതെങ്കിലും ഒക്കെ കണ്ട് ആൻസർ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായി വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അതാണ് ഓപ്ഷൻ സി. ഓക്കെ, അതാണ് സാന്റാ മെറിയ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ് ഇൻ ദ മീൻസ് നോട്ട് ദ ഷിപ്പ്. ഓക്കെ, നോട്ട് ദ ഷിപ്പ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വേർ വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ മാനുവൽ ഫോർട്ട് ബിൽഡ് ബൈ ദ പോർച്ചുഗീസ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പോർച്ചുഗീസുകാർ എവിടെയാണ് നിർമ്മിച്ചത്? ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഏതാണ്? ഗോവ, ദമാൻ, ദിയു ആൻഡ് കൊച്ചിൻ. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് എന്താണ്, നമുക്ക് പെട്ടെന്ന് നമ്മളെ സ്റ്റേറ്റുമായിട്ട് ഒരു കമ്പാരിസൺ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്ഷൻ ഡി കൊച്ചിയാണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ ബിൽഡ് ചെയ്ത ഒരു കോട്ട അല്ലെങ്കിൽ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ദാറ്റ് വാസ് ഇൻ കൊച്ചി. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെയും റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ട് ഫോമേഴ്സ് മെൻഷൻ ഹാസ് ബീൻ പോപ്പുലറൈസ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ പ്രചാരത്തിലായ ഒരു കലാരൂപം പറയുന്നവയിൽ ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. കഥകളി, മോഹിനിയാട്ടം, ചവിട്ട് നാടകം, അതുകൂടാതെ ഭരതനാട്യം. ഓക്കെ, അപ്പം യൂറോപ്യൻസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കലകൾ ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യയിൽ പോപ്പുലർ അല്ലെങ്കിൽ ഈ പീരീഡ് പോപ്പുലർ ആയിരുന്ന യൂറോപ്യൻസിനിടയിൽ ആയിക്കോട്ടെ ഇന്ത്യക്കാരുടെ ആയിക്കോട്ടെ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരുന്ന കലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കഥകളി ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്, ചവിട്ട് നാടകമുണ്ട്, ഭരതനാട്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ചവിട്ട് നാടകവും കൂടാതെ എന്തുണ്ട്, മാർഗം കളിയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാമിന് ഇവിടെ ചവിട്ട് നാടകം കൊടുത്തതിന് പകരം ഒരു പക്ഷേ മാർഗം കളി എന്നാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ മാർഗം കളിയായിരിക്കും
റൈറ്റ് ആൻസർ. അപ്പം ചവിട്ട് നാടകവും മാർഗം കളിയുമാണ് ആ കാലഘട്ടത്തിൽ പ്രചരണത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ചവിട്ട് നാടകം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഓക്കെ, the Dutch established a significant commercial presence in India. Which of the following cities was not mentioned as one of their main trading centers? അതായത് ഡച്ചുകാർ ഇന്ത്യയിൽ ഒരു പ്രധാന വാണിജ്യ സാന്നിധ്യം സ്ഥാപിച്ചു. അവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി താഴെ പറയുന്ന ഏത് നഗരമാണ് പരാമർശിക്കപ്പെടാത്തത്? ഓക്കെ, പരാമർശിക്കപ്പെടാത്തത് അല്ലെങ്കിൽ നോട്ട് മെൻഷൻഡ്. ഓക്കെ, ആ ഒരു 2 പോയിന്റ് നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. ഓക്കെ, ഫസ്റ്റ് one is Nagapattinam, second one is Surat, third one is Ahmedabad and last one is Chinsura. Okay, ഇതിൽ ഏതാണ് പെടാത്തത്? ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പം നോട്ട് മെൻഷൻ എന്ന് പറയുമ്പം സൂറത്ത് ആണ്. അപ്പം നാഗപട്ടണവും അഹമ്മദാബാദും ചിൻസൂരയുമാണ് പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ പ്രസൻസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പെടാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, സൂറത്ത്. ഓക്കെ, സൂറത്ത്. ഓക്കെ, ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം കൊളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? അഥവാ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഹാപ്പൻഡ് ഇൻ വിച്ച് ഇയർ എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം. അപ്പൊ നമ്മളിവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1741, 42, 1784, 1744 അല്ലെ? അപ്പൊ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, പെട്ടെന്ന് ഇത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം കൊളച്ചൽ യുദ്ധം അഥവാ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1741 അല്ലെ? 1741. ഓക്കെ, അപ്പം ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. Option A is the right answer. Kolachal or Battle of Kolachal happened in the year 1741. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. That is, who was the indigenous medical who helped Henrik van Reede in the making of Hortus Malabaricus? അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന്റെ രചനയിൽ ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച തദ്ദേശീയ വൈദ്യൻ ആരായിരുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ആരാണ്? മാർത്താണ്ഡവർമ്മ, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഇസ് ഇട്ടി അച്യുതൻ, തേർഡ് വൺ ഇസ് വാസ്കോ ഡ ഗാമ ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കുഞ്ഞാലി മരക്കാർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് വരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇട്ടി അച്യുതൻ. ഓക്കെ, ഇട്ടി അച്യുതൻ ആണ് റൈറ്റ് ആൻസർ. അപ്പം ഇട്ടി അച്യുതൻ വാസ് ദ ഇൻഡിജിനസ് മെഡിക്കൽ ഹു ഹെൽപ്ഡ് ഹെൻറിക് വാൻ റീഡി ഇൻ മേക്കിംഗ് ഓഫ് ദ ബുക്ക് ഹോർട്ടൂസ് മലബാറിക്കസ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വാസ് ദ ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ദാറ്റ് ഇൻക്ലൂഡഡ് സം മലയാളം വേർഡ്സ്? അതായത് ചില മലയാളം വാക്കുകൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം ഏതായിരുന്നു? ചില മലയാളം വാക്കുകൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ അച്ചടിച്ച മലയാളം പുസ്തകം ഏതായിരുന്നു? നമുക്ക് നോക്കാം. ദ ബൈബിൾ ഇൻ മലയാളം, സെക്കൻഡ് വൺ ഇസ് സംക്ഷേപ വേദാർത്ഥം, തേർഡ് വൺ ഇസ് ഹോർത്തസ് മലബാറിക്കസ്, ലാസ്റ്റ് വൺ ഇസ് ഗ്രമാറ്റിക്ക ഗ്രാൻഡോണിക്ക. ഓക്കെ, ഗ്രമാറ്റിക്ക ഗ്രാൻഡോണിക്ക. ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഹോർത്തസ് മലബാറിക്കസ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഹോർത്തസ് മലബാറിക്കസ്. ഓക്കെ, ആൻസർ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഹോർത്തസ് മലബാറിക്കസ് വാസ് ദ ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ദാറ്റ് ഇൻക്ലൂഡഡ് സം മലയാളം വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, which was the first book to be completed printed in Malayalam? ഓക്കെ, അതായത് മലയാളത്തിൽ പൂർണ്ണമായി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതായിരുന്നു? ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഹോർത്തൂസ് മലബാറിക്കസ്, സെക്കൻഡ് വൺ ഇസ് എന്താണ്? സംക്ഷേപ വേദാർത്ഥം, തേർഡ് വൺ ഇസ് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ, തേർഡ് വൺ ഇസ് ഫുൽ മോനി എന്നും കോരുണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സംക്ഷേപ വേദാർത്ഥം വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി കംപ്ലീറ്റ്ലി പ്രിന്റഡ് ഇൻ മലയാളം ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഓക്കെ, ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
What was the name given to the series of wars fought between British and French for the supremacy in South India? അതായത് തെക്കേ ഇന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധ പരമ്പരകൾക്ക് നൽകിയ പേരെന്തായിരുന്നു? അവിടെ ഒരു സീരീസ് ഓഫ് വാർ നടന്നിരുന്നു അല്ലേ? ആ സീരീസ് ഓഫ് വാറിന് പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. സെക്കൻഡ് വൺ ഇസ് ആംഗ്ലോ മൈസൂർ വാർ. തേർഡ് വൺ ഇസ് കർണാട്ടിക് വാർ ആൻഡ് ഫോർത്ത് വൺ ഇസ് മറാത്ത വാർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കർണാട്ടിക് വാർ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഈ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ലൈക്ക് നമുക്ക് തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ തീർച്ചയായും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായി ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ റേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയും ഇത്തരത്തിലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.